ഹലോ ഫ്രണ്ട്സ്, ബൈക്ക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് RX-നെ കുറിച്ചിട്ടാണ്. അതായത് റിവ്യൂ ഒന്നുമല്ല, RX-ൽ ഒരു എയർ ഫിൽറ്റർ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സും പറയുന്നുണ്ട് RX-നെ കുറിച്ച് ചെയ്യ്, അല്ലെങ്കിൽ RX-നെ കുറിച്ചുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യ് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം തന്നെ RX-നെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ RX-നെ കുറിച്ചുള്ള റിവ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ മൈലേജ് ടെസ്റ്റൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ട ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് പറയേണ്ട RX-നെ കുറിച്ച് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി RX-നെ കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ RX-നെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ചാനലിൽ ബൈക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളിലും, അതുപോലെ തന്നെ ബൈക്കിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ ബൈക്കിൽ ചെയ്യാവുന്ന ടിപ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി ഇടയിലിടയിൽ ഞാൻ RX-നെ കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ ടിപ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയിലിടയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർ ഫിൽറ്റർ വരുന്നത്. RX-ൻ്റെ ഇത് കാർബണേറ്റർ ഇവിടെ നിന്ന് അങ്ങനെ നേരെ ഇങ്ങോട്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം അഴിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ഫിൽറ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ അടിച്ചു. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കാർബണേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ആ ഹോളിലായിട്ട് ചെറിയ ഓയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കാർബണേറ്ററിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചു, ആ ഹോളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി. കാരണം അങ്ങനെ ഓയിൽ നിൽക്കുന്നത് നല്ലതല്ല. അതായത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമൊക്കെ രൂപപ്പെടാം. അപ്പോൾ അങ്ങനെ ഓയിലുകൾ ഇതിൽ കൂടെ വന്ന് നിൽക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അത് മിക്ക വണ്ടിയിലും ഇതൊന്ന് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ അഴിച്ചൊന്ന് തുടയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മളിപ്പോൾ തുടച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും പോകാൻ പാടില്ല. അപ്പോൾ നല്ലൊരു തുണി വെച്ചിട്ട് തന്നെ തുടയ്ക്കുക. അപ്പോൾ ഇതാണ് ഫിൽറ്റർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇത് കണ്ട ഇതിലൊക്കെ കുറച്ച് ഓയിലുകൾ നിൽക്കുന്നുണ്ട്. ഇത് കയ്യിലൊക്കെ ഓയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ലൊരു സൂചനയല്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഇതൊരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഇത് വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇത്തിരി പെട്രോൾ എടുത്തിട്ടാണ് ഇത് വൃത്തിയാക്കേണ്ടത്. കാരണം തുണി കൊണ്ട് ഇത് തുടച്ചാൽ പോവില്ല. അപ്പോൾ പെട്രോൾ ഇത്തിരി ഒഴിച്ച് വൃത്തിയാക്കുന്നത് കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കിനി എയർ ഫിൽറ്റർ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. അതായത് ആദ്യം നമ്മളൊരു ചെറിയൊരു പാത്രം അവിടെ വയ്ക്കുക. അതിന് ശേഷം ഇതിന്ന് എയർ ഫിൽറ്റർ എടുക്കാൻ കഴിയുന്നതാണ്. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കുക. പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ടുള്ള ഡാമേജസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് അതിൻ്റെ സമയം ഏകദേശം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ വൃത്തിയാക്കാം എന്നുള്ളത് നോക്കുന്നത്, എയർ ഫിൽറ്റർ വയ്ക്കുക. ഏകദേശം കുറച്ച് പെട്രോൾ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് വിടുക. രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊന്ന് ഒഴിച്ച് വിടുക. എന്നിട്ട് നന്നായി ഒന്ന് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ആ പെട്രോള് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി വിടുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പെട്രോൾ ആവുമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും പെട്രോളൊന്ന് നന്നായിട്ട് എത്തിക്കുക. അതുപോലെ തന്നെ അതിനൊന്ന് നന്നായിട്ട് പിഴിയുക. പരമാവധി ഇതിൽ വെള്ളം ആക്കാൻ പാടില്ല. കാരണം എയർ ഫിൽറ്റർ ഒരിക്കലും വെള്ളം ആകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പെട്രോൾ ആയിന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞ് എയർ ഫിൽറ്ററിൽ നന്നായിട്ട്
പെട്രോൾ ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെ പഴയ പോലെ തന്നെ വെക്കുക. പഴയ പോലെ തന്നെ നന്നായിട്ട് അതിനെ ഫിറ്റ് ചെയ്ത് കറക്റ്റാക്കി നമ്മളതിനെ വെക്കുക. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ഏകദേശം എല്ലാം ഒന്ന് സെറ്റാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ എയർ ഫിൽറ്റർ വൃത്തിയാക്കേണ്ട രീതി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഓയിൽ ഞാൻ അപ്പോഴേ കാണിച്ചു തന്നല്ലോ വണ്ടിയിൽ കുടുങ്ങി കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നത് ഒരു നല്ല സൂചനയല്ല. അത് വണ്ടിക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മൈലേജ് കുറയും, അതുപോലെ തന്നെ വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതൊക്കെ ആകും. കാരണം ഓയിൽ അങ്ങനെ ഓവറായിട്ട് അതിൽ കുടുങ്ങി കിടക്കുന്നത് നല്ലൊരു സൂചനയല്ല. അപ്പോൾ നിങ്ങളത് പരമാവധി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെച്ച് വൃത്തിയാക്കുക. ഇപ്പോൾ ഒരു കടയിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ 10-200 അല്ലെങ്കിൽ ഒരു 300 രൂപയോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പരിപാടി ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഏർപ്പാട് തന്നെയാണ്. ഇത്തിരി പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്.